ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ പ്രൊണൗൺസിയേഷനുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളാണ്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കാനും എഴുതാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ നമ്മൾ മക്കളെ തന്നെ. അപ്പൊ ഈ ചെറിയ മക്കൾക്ക് നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ, ഒരു ഇംഗ്ലീഷിന്റെ ബുക്ക് വായിപ്പിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവരോട് നമ്മൾ എന്താ പറയാ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്ന് ഉച്ചരിക്കണം. അതുപോലെ ബി എന്നുള്ളതിന് ഇപ്പൊ ബ ബി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ഓരോരോ വേർഡുകൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം ആപ്പിൾ, അതിന് ഫസ്റ്റ് ലെറ്റർ എ ആയിരിക്കും. അതുപോലെ തന്നെ ബാഗ് ഫസ്റ്റ് ലെറ്റർ ബി ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനിടയിൽ ഒരു വാക്ക് വരികയാണ്, ഇപ്പം അണ്ടർ എന്ന് പറഞ്ഞിട്ട്. അണ്ടർ, ഈ അണ്ടർ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയോട് പറയാണ് ഇത് വായിക്കുന്നത് അണ്ടർ എന്നാണ് എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി ഓൾറെഡി അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതിൽ ഈ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ എ ആണ്, ബി ആണ്, അണ്ടറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്, യു ആണ് വരുന്നത്. അപ്പൊ ഈ കുട്ടി അല്ലെങ്കിൽ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തൊരു വ്യക്തി പൊതുവായിട്ട് ഇത് കാണുമ്പോൾ എന്താണ് വായിക്കുക? യുണ്ടർ എന്ന് വായിക്കും അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊണൗൺസിയേഷൻ ആണ്. അപ്പോൾ ഇത് ഞാൻ എത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് 2-3 വിദ്യാർത്ഥികൾ, കുറച്ച് വലിയ വിദ്യാർത്ഥികളാണ് കേട്ടോ, അവര് 2-3 ലെറ്റർ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മിസ്സേ ഇതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ ഒന്ന് പറയാവോ, അതായത് കൃത്യമായിട്ടുള്ളത്. അപ്പോഴാണ് ഇതേക്കുറിച്ചിട്ട് ഒന്ന് തിങ്ക് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്ത സമയത്താണ് ഒരുപാട് ലെറ്റർ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ലെറ്ററുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ തന്നെ ഇതുപോലെ ലെറ്ററുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്നറിയാം, ഏറ്റവും പ്രധാനമായിട്ട് അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ പറയാറുള്ള വാക്കുകളും അതുകൊണ്ട് കുറച്ച് സെന്റൻസുകളാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് എ യു എന്നെടുക്കാം. ഓക്കെ, നമ്മൾ ആ ലെറ്റർ കാണുന്ന സമയത്ത് എ യു, അതിന്റെ ശരിക്കും പ്രൊണൗൺസിയേഷൻ എന്താണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓ എന്നാണ്. ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ അതിന്റെ ഒരു പ്രൊണൗൺസിയേഷൻ. ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് എ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ആണ് വായിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. എന്നാൽ അതുപോലെയുള്ള കുറച്ച് വാക്കുകൾ നോക്കൂ. അതായത് ഇപ്പം എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു വേർഡാണ് ഇപ്പോൾ ഓട്ടോ എന്ന് പറയുന്നത് അല്ലെ. ഓട്ടോ, ഓട്ടോ, ചിലര് അതിന് ആട്ടോ എന്നും പറയാറുണ്ട് കേട്ടോ, തെറ്റൊന്നുമല്ല. പക്ഷെ അതിന്റെ ശരിക്കും പ്രൊണൗൺസിയേഷൻ വരുന്നത് എന്താണ്, ഓട്ടോ എന്നാണ്. അതുപോലെ വേറൊരു വാക്കാണ് ഓദർ എന്ന് പറയുന്നത്. ഓദർ, മലയാളത്തിൽ നമ്മൾ ഓദർ എന്ന് എഴുതിയെങ്കിലും ഇംഗ്ലീഷിൽ അത് എന്താ പറയാ, AUTHOR എന്നാണ്. അവിടെ തന്നെ വ്യത്യാസം മനസ്സിലായോ? ഇതിപ്പം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തൊരു കുട്ടിയോട് AU എന്ന് പറഞ്ഞാൽ ആദറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറയാ. പക്ഷെ അതിന്റെ ശരിക്കും പ്രൊണൗൺസിയേഷൻ വരുന്നത് എന്താണ്, ഓദർ എന്നാണ്. ഓക്കെ, ഓദർന്ന അറിയാലോ, എഴുത്തുകാരൻ എന്നുള്ളത്. നമുക്ക് സെന്റൻസ് നോക്കാം. ഇപ്പം നമ്മുടെ മാസത്തിൽ വരികയാണെങ്കിൽ ഓഗസ്റ്റ്, ഓഗസ്റ്റ് എന്ന് പറയുന്നവരുണ്ട്, ആഗസ്റ്റ് എന്ന് പറയുന്നവരുണ്ട്, രണ്ടും തെറ്റില്ല. പക്ഷെ ഇതിന്റെ ശരിക്കും ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ പറയുന്നത് ഓഗസ്റ്റ് എന്നാണ്. ഓക്കെ, ഇപ്പം നമ്മളൊരു ഇത് കേൾക്കാണ്, ഓഡിയോ വീഡിയോ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഒരു ഓഡിയോ കേൾക്കുക, ഓഡിയോ, ഓഡിയോയുടെ സ്പെല്ലിങ് AUDIO എന്നാണ് അല്ലെ, ഓഡിയോ. അപ്പൊ അതും AU വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അവിടെയും ഫസ്റ്റ് ലെറ്റർ ഏതാണ്, എ ആണ് വരുന്നത്. ആഡിയോ എന്നാരും പറയാറില്ല, ഓഡിയോ എന്നാണ്. അപ്പൊ ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങ് പഠിച്ചു വെക്കുകയാണ്. അപ്പൊ അത് അറിയാത്തൊരു വ്യക്തി ചിലപ്പോൾ മാറ്റി പറഞ്ഞേക്കാം. അപ്പൊ ഇത് അറിയണം, ഇതുമായി ബന്ധപ്പെട്ട സെന്റൻസുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഓപ്ഷൻ എന്നുള്ളത്. ആക്ഷൻ എന്ന് നമുക്കറിയാം, എന്നാൽ ഓപ്ഷൻ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ഓപ്ഷൻ എന്ന് പറയുന്ന വേർഡ് എന്താണ്? ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? നമുക്ക് സെന്റൻസ് പറയുമ്പോൾ പഠിക്കാം കേട്ടോ. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നതും അതിൻ്റെയും ഫസ്റ്റ് ലെറ്ററിൽ
എ യു എന്നാണ് വരുന്നത്. അങ്ങനെ ഒരു വാക്കുണ്ട്. ആക്ഷൻ വേറെ ഉണ്ട്, എ സി വന്നിട്ടുള്ളത്. എന്നാൽ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കിന്റെ മീനിങ് അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓട്ടോമാറ്റിക് അല്ലെ, ഓട്ടോമാറ്റിക്, ഇതിനും എ യു ആണ് വരുന്നത്. ഇനി ഓഡിയൻസ്, നമ്മൾ പറയാറുണ്ടല്ലോ ഓഡിയൻസ്, ആഡിയൻസ് ആരെങ്കിലും പറയോ? ഇല്ല, ഓഡിയൻസ്. അപ്പോ ഇത്രയോ അല്ല, ഇനി ഒരുപാട് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ ഒരുപാട് കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇതിന്റെ കുറച്ച് സെന്റൻസുകൾ നോക്കൂ. ഞാൻ ഓട്ടോയിൽ വന്നു, ഞാൻ ഓട്ടോയിൽ വന്നു. ഐ കെയിം ബൈ ഓട്ടോ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. ഐ കെയിം ബൈ ആട്ടോ എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ മലയാളികളൊക്കെ ഓട്ടോറിക്ഷ എന്നാണ് പറയാറില്ലേ പൊതുവായിട്ട്. ഓട്ടോറിക്ഷ, അതിന്റെ ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത് എന്താണ്? എയും ടിഒ എന്നുള്ളതാണ് ഓട്ടോ എന്ന് പറയുന്നത്. അപ്പം ഐ കെയിം ബൈ ഓട്ടോ. ഓക്കെ. ആ എഴുത്തുകാരൻ പുസ്തകം എഴുതി, ആ എഴുത്തുകാരൻ പുസ്തകം എഴുതി അല്ലെ. ഓദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരനാണ്. ആ എഴുത്തുകാരൻ പുസ്തകം എഴുതി. ദ ഓദർ റോഡ് എ ബുക്ക്, ദ ഓദർ റോഡ് എ ബുക്ക്. ഇവിടെ ദ ആദർ എന്നാരും പറയാറില്ല. ദ ഓദർ റോഡ് എ ബുക്ക്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കും, വളരെ പ്രധാനപ്പെട്ട നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഇതിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണാതെ പോകരുത്, വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നെക്സ്റ്റ് പറയുന്നത് ഓഗസ്റ്റിനെ കുറിച്ച് ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോ ഓഗസ്റ്റ് വളരെ ചൂടാണ് അല്ലെ. ഓഗസ്റ്റ് മാസം വളരെ ചൂടാണെന്ന് നമ്മൾ പറയാണ്, അല്ലെങ്കിൽ തണുപ്പാണ്, ചൂടാണ്, എന്തെങ്കിലും പറയാം. അപ്പൊ ഓഗസ്റ്റ് വളരെ ചൂടാണ്. ഓഗസ്റ്റ് ഈസ് വെരി ഹോട്ട്, ഓഗസ്റ്റ് ഈസ് വെരി ഹോട്ട്. ഓഗസ്റ്റ് വളരെ ചൂടാണ്. ഓക്കെ, അപ്പൊ അവിടെ ഓഗസ്റ്റ്, ആഗസ്റ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് ഈസ് വെരി ഹോട്ട്. ഓക്കെ, ഇപ്പൊ ഒരു ഓഡിയോ കേട്ടിട്ട് നമ്മൾ പറയാം ആ ഓഡിയോ വ്യക്തമാണെന്ന് പറയാറുണ്ട് അല്ലെ. ഓഡിയോ വ്യക്തമാണ്. ദ ഓഡിയോ ഈസ് ക്ലിയർ, ദ ഓഡിയോ ഈസ് ക്ലിയർ. ഓഡിയോ വ്യക്തമാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ എപ്പോഴും കേൾക്കാത്തൊരു വാക്ക് പറയാം, അതായത് ഓപ്ഷൻ എന്നുള്ള വാക്ക്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? എന്നാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലേലം എന്നാണ്. നമ്മൾ പൊതുവായിട്ട് ഇപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. സോ നമ്മളത് കേൾക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലം എന്നാണ്. ഫോർ എക്സാമ്പിൾ, ലേലം ഇന്ന് തുടങ്ങുന്നു, ലേലം ഇന്ന് തുടങ്ങുന്നു. ദ ഓപ്ഷൻ സ്റ്റാർട്ട്സ് ടുഡേ. ഒരുപാട് സെന്റൻസ് ഉണ്ട് കേട്ടോ ഇതിൽ, നല്ല അടിപൊളി സെന്റൻസുകൾ ഉണ്ട്. ദ ഓപ്ഷൻ സ്റ്റാർട്ട്സ് ടുഡേ. ഓപ്ഷൻ ഇന്ന് തുടങ്ങുന്നു, അതായത് ലേലം ഇന്ന് തുടങ്ങുന്നു. ഓക്കെ, ഇപ്പൊ ആ എഴുത്തുകാരൻ പ്രശസ്തനാണ്, ആ എഴുത്തുകാരൻ പ്രശസ്തനാണെന്ന് പറയാറുണ്ട്. ദ ഓദർ ഈസ് ഫേമസ്, ദ ഓദർ ഈസ് ഫേമസ്. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്താണ്? ആ ഒരു വാക്ക് എ യു എന്നതിന്റെ പ്രൊണൗൺസിയേഷൻ ആണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അത് യൂസ് ചെയ്തിട്ടുള്ള ഈ അത്യാവശ്യമായിട്ടുള്ള വാക്കുകളും സെന്റൻസുകളും ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാണ്, ഇപ്പൊ ഒരു ഓഡിയോ കേട്ടിട്ട് നമുക്കത് വ്യക്തമല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? ഓഡിയോ വ്യക്തമല്ല. നേരത്തെ വ്യക്തമാണെന്ന് പറഞ്ഞു, വ്യക്തമല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് ദ ഓഡിയോ ഈസ് നോട്ട് ക്ലിയർ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മളെ ലേലത്തെ കുറിച്ച് വേറൊരു സെന്റൻസ് പറയാണ്. ലേലം നാളെ തുടങ്ങും എന്ന് നമ്മൾ പറയുന്നത് ഇന്നാണ്. സോ നമുക്ക് എങ്ങനെ പറയാം? ദ ഓപ്ഷൻ സ്റ്റാർട്ട്സ് ടുമോറോ, ദ ഓപ്ഷൻ സ്റ്റാർട്ട്സ് ടുമോറോ. ഇങ്ങനെ പല രീതിയിലും പറയാം. അപ്പൊ ആ വീട് ലേലത്തിൽ വിറ്റു എന്ന് പറയാറുണ്ടല്ലോ അല്ലെ. ആ വീട് ലേലത്തിൽ വിറ്റു. ദ ഹൗസ് വാസ് സോൾഡ്. ആ വീട് വിറ്റിരുന്നു അറ്റ് ആൻ ഓപ്ഷൻ. ലേലത്തിൽ വിറ്റിരുന്നു. ഓക്കെ, ഈ മെഷീൻ ഓട്ടോമാറ്റിക് ആണ് അല്ലെ. ഈ മെഷീൻ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്നുള്ള വേർഡ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ദിസ് മെഷീൻ ഈസ് ഓട്ടോമാറ്റിക്, ദിസ് മെഷീൻ ഈസ് ഓട്ടോമാറ്റിക്. അങ്ങനെയാണ് ഓട്ടോമാറ്റിക് എന്ന് പറയേണ്ടത്, എഴുതേണ്ടതും പറയേണ്ടതും. അപ്പോൾ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ നമുക്ക് അത്യാവശ്യം സംസാരിക്കാനും പെട്ടെന്ന് കിട്ടും. കാരണം ഇതുപോലെയുള്ള വാക്കുകളൊക്കെ കാണുന്ന സമയത്ത് അതിന്റെ പ്രൊണൗൺസിയേഷൻ തപ്പി നടക്കേണ്ട കേട്ടോ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേർഡ് എന്ന് പറയുന്നത് എ ബി എന്നുള്ളതാണ്. ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് പഠിക്കുകയാണെങ്കിൽ പഠിക്കാം. പക്ഷെ എന്നോട് ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എ യു ആണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് തന്നെ ആ എ യു എന്നുള്ള വേർഡ് എടുത്തത് കേട്ടോ. ഇനി എ ബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് എ ബി എന്നുള്ളത്. എന്താണ് എ ബി എന്നുള്ളത്? എന്താണ് പ്രൊണൗൺസ് ചെയ്യുക? അബ് എന്നുള്ളതാണ്. അബ് അല്ലെ, അബ്ബാണ്. എബ് എന്നല്ല പ്രൊണൗൺസ് ചെയ്യേണ്ടത്, അബ് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് ഇപ്പം കുറിച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതായത്
അബൌട്ട് എന്ന് പറയാറുണ്ട് അല്ലെ. ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട് എബൌട്ട് എന്നുള്ളത്. അബൌട്ട് ഇറ്റ് എത്രയോ വട്ടം പറയും. പക്ഷേ അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് അബൌട്ട് എന്നാണ്. അബൌട്ട്, ഒരിക്കലും എബൌട്ട് എന്ന് പറയാതെ അബൌട്ട്. സെന്റൻസ് പറയാം, കുറച്ച് വാക്കുകൾ പറയാട്ടോ. ഏപ്പിൾ എന്ന വാക്ക് പറയാറുണ്ട്. അബവ് എന്നാണ് പറയേണ്ടത്. അബവ്. ഓക്കെ, നമുക്ക് സെന്റൻസ് നോക്കാം. ആബ്സെന്റ് എന്ന് പറയാറില്ല, ആബ്സെന്റ്. ഓക്കെ, ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. അബ്യൂസ് അല്ല, അബ്യൂസ്. മീനിങ്ങും സെന്റൻസും ഒക്കെ നമുക്ക് പറയാം കേട്ടോ. അബ്യൂസ്. അതുപോലെ അബ്രോഡ്. എന്താണ് അബ്രോഡ്? വിദേശത്ത് പോകുന്ന ആ ഒരു ഇതിന് പറയുമല്ലോ, അബ്രോഡാണ് അല്ലേ, അവൻ അബ്രോഡാണെന്ന് പറയാറുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് അബ്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അബ് പറയാം, അതായത് ബി യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സുകൾ കിട്ടും. അത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അതിനെ കുറിച്ച് എന്നോട് പറയൂ, ഇങ്ങനെ പറയാം. ഇപ്പൊ എബൌട്ടിന് ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് എന്നോട് പറയൂ, ടെൽ മീ അബൌട്ട് ഇറ്റ് എന്ന് പറയാം. ഇനി അബൌട്ട് ഇറ്റ് എന്ന് പറയരുത്, ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ശരിയായ പ്രൊണൗൺസിയേഷൻ അബൌട്ട് ഇറ്റ് എന്നാണ്. ഓക്കെ, അവനത് ചെയ്യാൻ കഴിയും അല്ലെ, അവനത് ചെയ്യാൻ കഴിവുണ്ട് അല്ലെങ്കിൽ കഴിയും എന്നാണ്. ഹി ഈസ് ഏബിൾ ടു ഡു ഇറ്റ്. ഓക്കെ, ഫാൻ മേശയുടെ മുകളിലാണ്. ഇങ്ങനെ പറയാ, അബവ് അല്ല, അബവ്. ഓക്കെ, the fan is above the table. Above. Okay, next, അവൾ ഇന്ന് ഹാജരല്ല അല്ലെ. ഇപ്പൊ സ്കൂളില്, ഓഫീസില്, എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇപ്പം ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അവൾ ഇന്ന് ഹാജരല്ല എന്ന് പറയാറുണ്ട് അല്ലെ. ഹാജരല്ല, അതിനാണ് ആബ്സെന്റ് എന്ന് യൂസ് ചെയ്യുന്നത്. ഷീ ഈസ് ആബ്സെന്റ് ടുഡേ. ഓക്കെ, അവർ വിദേശത്ത് താമസിക്കുന്നു അല്ലേ. എങ്ങനെ പറയാ? അതായത് അവർ അബ്രോഡ് ആണ്, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട് അല്ലെ. അവർ അബ്രോഡ് ആണ്, കാരണം അവർ വിദേശത്താണ് താമസിക്കാറുള്ളത്. ഇങ്ങനെയാണ് അവർ അബ്രോഡ് എന്ന് പറയുന്നത്. They live abroad. അവർ വിദേശത്ത് താമസിക്കുന്നു. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് അറിയോ? AU എന്നുള്ള വാക്കിന്റെ പ്രൊണൗൺസിയേഷനും വാക്കുകളും സെന്റൻസുകളും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ കണ്ടെത്തി, ഇവിടെ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും ഒരു വാക്ക് കണ്ടിട്ട് ഒരു സെന്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കമന്റിൽ അറിയിക്കുക കേട്ടോ. അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യന്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? AB അല്ലെ, അപ്പ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ട് വാക്കുകളും സെന്റൻസുകളും നമ്മൾ പഠിച്ചു. അതിന്റെ പ്രൊണൗൺസിയേഷനും വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു. അത് അങ്ങനെ തന്നെ പറയണം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മുടെ കമന്റിൽ ഒരു വാക്കും അതിന്റെ ഒരു സെന്റൻസും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഇനി അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീഡിയോന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. മാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് വാക്കുകൾ, ഇപ്പം എന്താ പറയാ, AC, AD, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം, നമുക്ക് അതേക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പം വ്യൂസ് വളരെ കുറവാണ്, എന്താണെന്ന് അറിയില്ല. എക്സാം ടൈം ആയിട്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.